പലപ്പോഴും എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ പലപ്പോഴും മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ചാർട്ട്സിൻ്റെ പവറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം നമ്മുടെ മാർക്കറ്റിൽ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ബേസ് ചെയ്ത് നമുക്ക് 2 ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടി. അതായത് ഓർഡർ ഫ്ലോയിൽ നമുക്ക് 2 റിവേഴ്സൽ പാറ്റേൺ, അതായത് ഡേ ഹൈയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഡേ ലോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് ചാർട്ടിൽ പോയി നോക്കാം. ഇതിപ്പം നമ്മൾ കാണുന്നത് നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ ചാർട്ടാണ്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് 23,800 ലെവലിൽ നിഫ്റ്റി സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കി കാണാൻ സാധിക്കും. അതായത് ആ ഒരു ഏരിയയിൽ ഞാൻ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ഈ ഏരിയ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് ഓർഡർ ഫ്ലോ ചാർട്ട്, അതായത് ഓർഡർ ഫ്ലോ ക്യാൻഡിലിൽ ആ ഒരു 950യുടെ ആ ഒരു 955ൻ്റെ ഒരു ക്യാൻഡിൽ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. ഒരു DHL പാറ്റേൺ ആണ്. അതായത് ബയേഴ്സ് അവിടെ ട്രാപ്പായി, അവിടെ സെൽ ഓർഡേഴ്സ് ഉണ്ട് എന്നാണ് നമുക്ക് ആ ഒരു ചാർട്ട് പാറ്റേണിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് പോകുമെന്നാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഏകദേശം ഒരു 150 പോയിൻ്റാണ് മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്തത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ടാർഗറ്റൊക്കെ കറക്റ്റായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് താഴെ എത്തിയിട്ട് എഗെയിൻ ആ ഡേ ലോയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എഗെയിൻ ഒരു DHL പാറ്റേൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് കറക്റ്റ് പൊസിഷൻ എക്സിറ്റ് ചെയ്തു. അവിടെ നിന്നാണ് മാർക്കറ്റ് എഗെയിൻ എന്താണ് ഒരു 100 പോയിൻ്റ് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സെയിം ടൈം നമുക്ക് ഇതേ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഫെയിലിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കൺഫർമേഷനാണ് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ ചാർട്ട്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്രോച്ച് ചെയ്യാം. താങ്ക് യു.